Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്. അതായത് ഒരുപാട് ആളുകളായി ഇപ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഈ ഒരു കാര്യം. മാം, ഞാൻ ഒരാളെ കണ്ടു, എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ട് ഇപ്പോൾ കുറച്ച് നാളായി, ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അത് ലവ് ആണോ എന്നുള്ളത് എനിക്ക് സ്വയം ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അതായത് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്, ഇത് റിയൽ ആയിട്ടുള്ള ഒരു ലവ് ആണോ അതല്ല ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ് മാത്രമാണോ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു, അവരോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്, പക്ഷെ അത് ലവ് ആണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഓരോ പോയിന്റുകളുണ്ട്, ഈ പോയിന്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഏറെക്കുറെ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ് മാത്രമാണ്, അതൊരു ലവിലേക്ക് ഡൈവേർട്ടായി പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൈൻ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതായത് നിങ്ങൾ ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഒരു ഹെയർ സ്റ്റൈൽ നോക്കി അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അവരോടൊരു അട്രാക്ഷൻ തോന്നിയത്. അല്ലെങ്കിൽ അവരുടെ ചിരി വളരെ മനോഹരമായി തോന്നി, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയതായിരിക്കാം. അല്ലെങ്കിൽ കണ്ണുകൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോട്ടം, ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് അവരോടൊരു ആദ്യ നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുണ്ടെങ്കിൽ അത് ലവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കാര്യം പ്യുവറായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ലവ് ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതൊരു ജസ്റ്റ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ക്രഷോ ആയി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടാണ്, അതായത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു എലമെന്റ് കാരണമാണ് നിങ്ങൾക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നിയത്. അത് പിന്നീട് ലവ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാം, ആകാതിരിക്കാം, അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു എലമെന്റ് കാരണം മാത്രമാണ് നിങ്ങൾക്ക് അവരോട് ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു ആകർഷണം തോന്നിയത് എന്നുണ്ടെങ്കിൽ അത് ലവ് അല്ല, അത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അതൊരു ക്രഷ് മാത്രമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കുറിച്ച് എപ്പോഴും തോന്നൽ വരുന്നത് അവരെ കാണണം, അല്ലെങ്കിൽ അവരോട് ഇന്ന രീതിയിൽ സംസാരിക്കണം, ഈ കാര്യം സംസാരിക്കണം, അവരെ കാണുന്ന സമയത്ത് ടച്ച് ചെയ്യണം, ഇങ്ങനെ ഒരു ഫിസിക്കൽ നീഡ് മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫിസിക്കൽ നീഡ് എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങളുടെ തോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ലവ് ആവാനുള്ള സാധ്യത ഇല്ല, മറിച്ച് അതൊരു ജസ്റ്റ് ഒരു ആകർഷണം, ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷ് മാത്രമാണ്. ദെൻ തേർഡ് വൺ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെട്ടു എന്ന് വിചാരിക്കാം. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടഫായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ ഒരാളുടെ ലൈഫിൽ. അപ്പോൾ ആ ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും, അല്ലെങ്കിൽ ഒരു റിലീഫ് ആകും എന്ന് കരുതുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതായത് ഇത് ആരോട് ഷെയർ ചെയ്യും എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു മൊമെന്റിൽ തന്നെ അവരുടെ മുഖം മനസ്സിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ലവ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ക്രഷ് മാത്രമാണ് എന്നുള്ളതാണ്. ഇതിനൊരു റീസൺ കൂടിയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ആരോടായിരിക്കും നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യുക? നമുക്ക് അത്രത്തോളം ട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ചൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ക്രഷാണ് ആ വ്യക്തിയോട് തോന്നിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ ചൂസ് ചെയ്യില്ല. അതിന് കാരണമുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം അവരോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ, അവരെ വിശ്വസിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ അവരെ ചൂസ് ചെയ്യാത്തത്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ചൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ലവ്
ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോട് ഓരോ കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരിക്കും. സോ അത്തരത്തിലൊരു ധൈര്യം ഫീൽ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അതൊരു ക്രഷ് മാത്രമാണ്, ഒരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ തോന്നിയതാണ്. ലവ് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് അത് ഡൈവേർട്ട് ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ക്രഷ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അട്രാക്ഷൻ മാത്രമാണ് എന്നതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള സൈൻ ആണ് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ലെസ് കെയർ ആണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോ കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരിക്കും. അതായത് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഇത് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലേക്ക് പോവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ നേരിടേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള യാതൊരുവിധ കൺസേൺ ഉണ്ടായിരിക്കില്ല ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് അട്രാക്ഷൻ മാത്രമാണ്. ഒരു പക്ഷേ ആ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തിരക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്രഷ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ മാത്രമാണ്, അത് ലവ് എന്നുള്ള ഫീലിംഗിലേക്ക് ഡൈവേർട്ട് ആയിട്ടില്ല എന്നതിന്റെ. ഫൈനലി, നിങ്ങൾക്ക് അവരോട് ഒരു ഷോർട്ട് ടൈമിലുള്ള അല്ലെങ്കിൽ വളരെ ഷോർട്ട് പീരിയഡുള്ള ഒരു എക്സൈറ്റ്മെന്റ് മാത്രമാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന്. എല്ലാ കേസിലും ഇപ്പൊ ലവ് ആണെങ്കിലും ആ ഒരു എക്സൈറ്റ്മെന്റ് സ്റ്റേജ് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, അവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ആ ഒരു എക്സൈറ്റ്മെന്റ് പീരീഡ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് പീരീഡ് കഴിഞ്ഞാലും ആ ഒരു ഷോർട്ട് പീരീഡ് മാറി പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് അവരെ കുറിച്ച് ആ ഒരു കൺസേൺ ഉണ്ടായിരിക്കും, അവരോട് ആ ഒരു അട്രാക്ഷൻ സ്റ്റിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടായിരിക്കും, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോഴാണ് അവിടെ ഒരു ലവ് ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക. എന്നാൽ ഒരു വ്യക്തിയോട് ക്രഷ് ആണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ എന്ന രീതിയിൽ മാത്രമാണ് തോന്നിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമായിരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് നിലനിൽക്കുക. ഈ ഒരു എക്സൈറ്റ്മെന്റ് പീരീഡിൽ പലപ്പോഴും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും, ഒക്കെയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആകർഷണം തോന്നണമെന്നോ അല്ലെങ്കിൽ ആ ഒരു പഴയ ഇഷ്ടം നിലനിൽക്കണമോ എന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രഷ് മാത്രമാണ്, അതൊരു ലവ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒരു പക്ഷെ ഇനിയും പോയിന്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ലവ് ആണെന്നുള്ളത് കൺഫേം ചെയ്യരുത്. അത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിട്ടാണ് നിലവിൽ നിൽക്കുന്നത്. പിന്നീട് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ഓരോ ആളുകളുടെയും, അതായത് ഓരോ ആളുകളുടെ സ്വഭാവം അനുസരിച്ച്, അതേപോലെ തന്നെ നമ്മൾ അവരുമായിട്ട് പിന്നീടുള്ള ആ റിലേഷൻഷിപ്പ് എത്രത്തോളം കണ്ടിന്യൂ ആകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നീട് അത് ലവ് ആയി മാറുമോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാം. അപ്പൊ ഇത്രയും പോയിന്റുകൾ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ക്രഷ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. ലവ് ആണെന്നുള്ളത് ഉറപ്പിക്കരുത്. സോ ഇത്രയും പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഫൈൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ലവ് ആണോ അതോ ഒരു ജസ്റ്റ് അട്രാക്ഷൻ മാത്രമാണോ എന്നുള്ളത്. ലവ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനും, ഒരു പക്ഷേ ലവ് ആണെന്ന് രീതിയിൽ തെറ്റിദ്ധരിച്ച് ലൈഫിലേക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വിളിച്ചു വരുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ കൊണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്